ജീവിത പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം നൽകി എല്ലാം കവർന്നെടുത്തതിന് ശേഷം മൂടിലെ പൊടിയും തട്ടിപ്പോയവൻ ഇതേ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ഉളുപ്പില്ലാതെ പറയുന്ന വാക്കുകൾ കേൾക്കൂ. ഇവനെയൊക്കെ ഏത് ഗണത്തിലാണ് പെടുത്തേണ്ടത്? വ്യക്തി അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. നിരന്തരമായി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം, അത് ലൈംഗിക അതിക്രമം മാത്രമല്ല, ക്രൂരമായ വയലൻസ്. ആലോചിച്ചു നോക്കൂ, സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ, അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കഠോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ മുകേഷും നമ്മുടെ ഗോവിന്ദച്ചാമിയും ഒക്കെ ഏതാണ്ട് ഒരേ ലൈനിൽ വരുന്ന ഹാബിച്വൽ ഒഫൻഡർമാരാണ് എന്ന് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. വ്യത്യാസം എന്താ? ഗോവിന്ദച്ചാമി ജയിലിൽ കിടക്കുന്നു, മുകേഷ് പുറത്ത് കിടക്കുന്നു. എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഗോവിന്ദച്ചാമി CPM-ന്റെ MLA അല്ല. CPM-ന്റെ MLA ആയിരുന്നു ഗോവിന്ദച്ചാമി എങ്കിൽ ആ ഗോവിന്ദച്ചാമിക്കും ആ 3 അക്ഷര ബോർഡ് വെച്ച ഈ നാട്ടിലെ ജനങ്ങളുടെ നെഞ്ചത്ത് കൂടി കാറിലിങ്ങനെ ചീറിപ്പായുവാൻ കഴിയുമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങളുടെ MLA, ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു നാടിന്റെ MLA, ഒരു ജനപ്രതിനിധി, അയാളെ കാണാനുണ്ടോ? എവിടെയാണെന്ന് പറയണ്ടേ? ഒളിച്ചു കളിക്കുകയാണ്.